എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ കൊണ്ടുവിടാനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ആദ്യം നമുക്ക് റവയൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വറുത്തെടുക്കാം. റവ ഒന്ന് ചൂടായി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേറൊരു പാനിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. നമ്മൾ ഈ കപ്പിൽ 1 കപ്പ് റവയാണ് എടുത്തത്. അപ്പോൾ അതിന് 1.5 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുക. വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് 1 ക്യാരറ്റ് സ്ലൈസ് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ടെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടെടുക്കുക. വെള്ളം നല്ലോണം തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുക്കുക. നല്ലോണം മിക്സായി കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ റവയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇത് ചെറിയ ചൂടിൽ തന്നെ നമുക്കും ചെറുതായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു ബോൾസാക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി ഇതേപോലെ ചെറിയ ബോൾസാക്കിയിട്ട് എടുക്കാം. ഇതേ ഒരു വലുപ്പത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അധികം വലിയ ബോൾസാക്കാതെ ചെറിയ ബോൾസാക്കി എടുക്കുന്നതാണ് നല്ലത്. അപ്പം അങ്ങനെ മുഴുവനായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടി കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ സവാള ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടുതൽ സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇട്ടെടുക്കാം. സാമ്പാർ പൊടി മസ്റ്റാണ്. ഈ സാമ്പാർ പൊടി ചേർക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക. ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. റവയിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റവയുടെ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബോൾസ് എല്ലാം ഈ മസാലയിൽ നല്ലോണം മിക്സായി വരണം. അതുവരെ മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്, ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്